മണിക്കൂർ ഉറങ്ങിയാലാണ് ഒരു ഗുഡ് സ്ലീപ്പ് എന്ന് പറയാന്നുള്ളത്? യൂഷ്വലി ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അഡൾട്ട്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ 7 to 9 hours ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്ര മണിക്കൂർ ഉറങ്ങണം. പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 9 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ട് കാര്യമില്ല. ഉറങ്ങുന്ന ടൈം ക്വാളിറ്റി ഉള്ളതല്ലാത്തതാണെങ്കിൽ കൂടിയും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? അതൊരു റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതിന് നമ്മൾ സ്ലീപ്പ് ഹൈജീൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ സ്ലീപ്പിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റുട്ടീന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്ക്, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക് ഒരു 12.5 മണിക്കൂർ ലോങ് ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിശപ്പ്, എന്തായാലും ഒരു വിശപ്പിൻ്റെ ഒരു വിളി ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ സൺഡേസിൽ ഈ 12.5 മണിയായി കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ല. പക്ഷെ അല്ലാത്ത ഈ സ്കൂളിൽ ആ ബെല്ല് കേൾക്കുമ്പോൾ നമുക്കൊരു വിശപ്പുണ്ടാവും. അതൊരു കണ്ടീഷനാണ്. അതായത് ഇത്ര ടൈം ആകുമ്പോൾ ഇന്ന് ബെല്ല് കേൾക്കുമ്പോൾ നമ്മളുടെ ബോഡിക്ക് മനസ്സിലായി ഓക്കെ വിശക്കാനുള്ള ടൈമായി. അപ്പോൾ വിശപ്പിൻ്റെ നമ്മളുടെ ഗട്ടിലുണ്ടാവുന്ന ജ്യൂസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും വയറ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഉറങ്ങാനായി എന്നുള്ളത് നമ്മളുടെ ബ്രെയിനിന് മനസ്സിലാവണം.